വെൽക്കം. താങ്ക് യു. എന്ത് ചെയ്യണു? ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാം, അതല്ലാണ്ട് ഞാൻ ഒരു ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു എക്സ്പ്രസ് പീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഏജൻസി എടുത്ത് നടത്താണ്. ഓക്കെ, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 5 സ്റ്റാർസിനെയാണ് അനുകരിക്കുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പൊളിക്കണം. പൊളിക്കാം. ഓക്കെ, അപ്പൊ ആരിലാണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്? ആദ്യമായിട്ട് ബാലചന്ദ്ര മേനോനിലാണ് തുടങ്ങുന്നത്. ഡെഫിനറ്റ്ലി യെസ്. അല്ല, നിങ്ങൾ എങ്ങനെ പറഞ്ഞാ ചുറ്റി പോകത്തേ ഉള്ളൂ. ഞാനാണ് ഈ കോമഡി മാസ്റ്റേഴ്സ് നടന്നെങ്കിൽ ഞാനിവിടെ ആങ്കർ ചെയ്യും, ഞാനിവിടെ പെർഫോം ചെയ്യും, എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ചേട്ട് ചെയ്യും കുട്ട. ആം ഐ റൈറ്റ്? സൂപ്പർ, യു ആർ റൈറ്റ്. അപ്പൊ ഇനി അടുത്ത് ലാലു അലക്സ്. ഓക്കെ. സാറേ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് പഠിക്കൽ വെച്ച് പ്രിൻസിപ്പാൾ അച്ഛനെതിരെ മുദ്രാവാക്യം വിളിച്ചൊരു ഗുസ്തിക്കാരൻ കൊച്ചനെ? അന്ന് അവനെക്കുറിച്ചുള്ള വാർത്തയും മറ്റും വന്നപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു, എടാ തുമ്മിയെ കൊച്ചും കൊള്ളാമല്ലോ, അവനെയും വിളിച്ചുകൊണ്ട് ചരക്കുന്നില്ല യോഗസ്ഥലത്തേക്ക് വായെന്ന്. എന്നെ വിശ്വസിച്ച് അന്നവൻ്റെ കൂടെ വന്നു. 2 കൈയും നീട്ടി സ്വീകരിച്ച് നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നു, എത്താവുന്നതിലൊരുങ്ങളിൽ ഞാൻ അവനെ എത്തിക്കാമെന്ന്. എന്നിട്ടെൻ്റെ കൊച്ചിനെ നിങ്ങൾ നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഇപ്പോഴും നിങ്ങളെ സാറേ എന്ന് വിളിക്കുന്നത്. എൻ്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആ പേര് മാറ്റി വിളിക്കും. പാർട്ടിയും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി അടുത്തത് ഇനി സുരേഷ് കൃഷ്ണ. ഓക്കെ. ഈ കളി തുടങ്ങിയത് നമ്മൾ 2 പേരും തമ്മില, ഈ കളി തീർക്കാണതും നമ്മൾ 2 പേരും തമ്മില. അതിന് മുമ്പ് വച്ചാണ് മുമ്പ്, ഡൽഹി വച്ചാണ് ഡൽഹി, അതെല്ലാം കോമഡി മാസ്റ്റേഴ്സിൽ വച്ചാണ് ഈ ഫ്ലോറിൽ വെച്ച്. അതിൻ്റെ ഇടയ്ക്ക് ചൊറിയാൻ നിന്നാൽ നീ കളി പഠിക്കും, നിന്നെ കൊണ്ട് കളി പഠിപ്പിക്കും ഞാൻ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അടുത്ത് പ്രേം നസീർ. ഓക്കെ. പ്രിയമുള്ള കോമഡി മാസ്റ്റേഴ്സിലെ അംഗങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ലോകനാർക്കാവലും ഈ 1/2 മണിക്കൂറിനകം ഈ കോമഡി മാസ്റ്റേഴ്സിൽ തിളങ്ങാൻ എന്നെ അനുവദിക്കണം. ഇല്ലെങ്കിൽ തലമുണ്ട്രം ചെയ്ത് കാശിക്ക് പോകും. ഇടിശട്യം ഷട്യം ഷട്യം. അടുത്ത് വിനയ് ഫോർട്ട്. അദ്ദേഹം പ്രേമം എന്ന ചിത്രത്തിലെ വിമൽ സാറായിട്ടാണ് വരുന്നത്. നിങ്ങൾ കോമഡി മാസ്റ്റേഴ്സിലെ താരവിളയാട്ടത്തിന് വരുമ്പോൾ മത്സാറിനെ കുറിച്ച് ഒരുപാട് പൊക്കിയൊക്കെ പറയണം. മത്സാർ നന്നായി പാടും, നന്നായി ചാടും, നന്നായി ഡാൻസ് ചെയ്യും. മത്സാറിൻ്റെ ഒരുപാട് മിമിക്രി ഐറ്റംസ് ഉണ്ട്, അത് ഫിക്സ് ചെയ്യല്ലേ. കോമഡി മാസ്റ്റേഴ്സ് വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണല്ലേ. എല്ലാവർക്കും മനസ്സിലായില്ലല്ലേ? അല്ല, മനസ്സിലായില്ലേ പറയണം. സൂപ്പർ, കൊള്ളാം. റോയലിന്റെ പെർഫോമൻസും പവർഫുൾ ആണ്, അടിപൊളിയായിരുന്നു. ഇനിയുണ്ടോ അതോ ഈ 5 പേരാണ് കഴിഞ്ഞു? സൂപ്പർ സൂപ്പർ. ഇക്ക, ശരിക്ക് ഈ പെരുമ്പാവൂർ കോടനാട് ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ട് ആദ്യം സംസാരം തുടങ്ങിയില്ലേ? അപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളതാണ് അവിടെ. സാധാരണഗതിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക ശൈലിയിലുള്ള ഒരു വന്നിട്ട് വേറെ ആർട്ടിസ്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും നമ്മളുടേതായ ശൈലിയിൽ തന്നെ അവരുടെ ശബ്ദത്തിൽ ഡയലോഗ് പറഞ്ഞ് പോകാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു കുഴപ്പം നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പ്ലസ് പോയിൻ്റാണ് മിമിക്രിയിൽ കേട്ടോ. ലാലുച്ചാനാണ് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. ഏറ്റവും ഭയങ്കര ഡിറ്റുമായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. പക്രചേട്ടാ? റോയൽ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. കോടനാടെന്ന് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ പേരിനോട് ചേർത്ത് കോടനാടെന്ന് കേൾക്കുന്നത്. കോടനാട് അറിയില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റി വരുന്നില്ല. വളരെ ഫേമസ് അല്ലേ, കേരളത്തിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോടനാട്. അപ്പൊ അത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നിന്ന്, അത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു നല്ലൊരു കലാകാരൻ കൂടി കേരളത്തിൽ. ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അമൃതേച്ചി, എന്നാ പറയാനുള്ളേ? റോയൽ ഭയങ്കര റോയൽ ആയിരുന്നു. കണ്ണടച്ചിങ്ങനെ കേട്ടു നോക്കുമ്പോൾ കറക്റ്റ് അതേ ക്യാരക്ടേഴ്സ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കണ പോലെ തോന്നി. ഭയങ്കര രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയെന്ന് തോന്നി, കുറച്ചും കൂടെ കാണിക്കായിരുന്നു എന്ന് ഫീൽ ചെയ്തു. അതിഷ്ടായിട്ട് അടിപൊളിയായിരുന്നു. സൂപ്പർ സൂപ്പർ, വെരി ഷോർട്ട് ആൻഡ് സ്വീറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും ഇവരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇനി എൻ്റെ വക ഞാനൊരു ചെറിയ കാര്യം പറയാം, ചെറിയൊരു ടാസ്ക്. വേറെ ഒന്നുമില്ല, ഇത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് താരത്തിരുമറി എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവം നമ്മളിവിടെ ചെയ്യും. അത് വേറെ ഒന്നുമല്ല, നമ്മളിവിടെ ഒരു ഗാനം കേൾപ്പിക്കും. അത് നസീർ സാറിൻ്റെ സൗണ്ടിൽ പാടി കേൾപ്പിക്കാം. ഓക്കെ, ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലേ? ശരി, പാട്ട് ഏതാണെന്നുള്ള കേൾക്കണ്ടേ? ഓക്കെ. உலகம் போன போக்கு பாரு கண்ணம பெண்ணாலே டிங்கிரி டிங்காலே தினக்கி டிங்கிரி டிங்காலே. നസീർ സാറിന്റെ സൗണ്ടിലായിരിക്കണം ഇനി ഞങ്ങൾ അത് കേൾക്കേണ്ടത്.
டிங்கிரி டிங்காலே அம்படி டுங்கரி டுங்காலே உலகம் போன போக்கு பாரடி ரோஷம பெண்ணாളെ പക്കത്തെ വീട്ടിലെ രോഷമ പെണ്ണെ കണ്ടാൽ നല്ലൊരു ഡിസ്കോത്രി പെണ്ണെ. സൂപ്പർ. പണിയെടുത്ത അവസരം എനിക്ക് തന്നെ തിരിച്ചു വന്നു. ഇനിയുണ്ടോ? ബാക്കിയുണ്ടോ അതിന്റെ? ബെൽ ബോട്ടം പാട്ടുമിട്ട് ഹൈ ഹീൽഡ് ഷൂസുമിട്ട് കുതിര പോലെ കൂത്താട് പെണ്ണ്. ലാലാലേ ലല്ലാലേ ലല്ലല്ലേ. റോയലേ ലല്ലാലേ ലല്ലല്ലേ സൂപ്പർ അല്ലേ കേട്ടോ. നൈസ് ആയിരുന്നു. അപ്പം നാട്ടിലെല്ലാവരുടെ അന്വേഷണം പറയാം.